വെൽക്കം ടു നോഷ് ബ്ലെൻസ്. ഇന്ന് ചെമ്മീപ്പുളി കൊണ്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ വീട്ടിൽ ഈ പുളി ഉണ്ടായാലും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തേ പിന്നെ ഈ പുളി എപ്പോഴും ഉണ്ടാകാമെന്ന് നോക്കാറാ ചെയ്യുക. അത്ര സ്പെഷ്യൽ വെറൈറ്റി റെസിപ്പിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യണം. സോ സീ യു നെക്സ്റ്റ് ടൈം. ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പുളി ചെറുതായിരിക്കുമ്പോൾ തന്നെ പറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ഒത്തിരി പുളി കൂടിപ്പോകും. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തപ്പോൾ കുറച്ചൊക്കെ വലിയ പുളിയുമുണ്ട് ഇതിൽ. എന്നാലും നമുക്കിത് കറി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾ കൈ വെച്ച് അരിഞ്ഞെടുത്താലും മതിയാകും. എൻ്റെ കയ്യിലുള്ള ഫുഡ് ചോപ്പറിലേക്ക് ഞാൻ പുളിയെല്ലാം ഇടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫുഡ് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫുഡ് ചോപ്പർ വെച്ച് എങ്ങനെയാണ് അരിയുന്നതാണ് കാണിക്കുന്നത്. ദാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതുപോലെ നമുക്ക് എല്ലാ പുളിയും അരിഞ്ഞെടുക്കാം. എല്ലാ പുളിയും അരിഞ്ഞെടുത്തു. ഞാനിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. കൈകൊണ്ട് പിഴിഞ്ഞെടുത്താലും മതിയാകും. പുളി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ സ്ട്രെയിനറിലേക്ക് ഇടുന്നത്. കടുക് പരിപ്പും വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മുഴുവൻ കടുകാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചാലേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ കടുക് പരിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 2.5 ടീസ്പൂൺ കുഞ്ഞു സ്പൂൺ എടുത്താൽ മതിയാകും. ഇപ്പോൾ പുളിയുടെ അളവും കുറവാണെങ്കിൽ ഈ കടുക് പരിപ്പിൻ്റെ അളവും കുറയ്ക്കേണ്ടി വരും. ഇനി 6 അല്ലി വെളുത്തുള്ളി ഇട്ടു. വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. കടുക് പരിപ്പും വെളുത്തുള്ളിയും കൂടി ഞാൻ അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നു. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റാം. എട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് തേങ്ങ എടുത്തു. ഞാൻ 1 കപ്പ് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത ആദ്യത്തെ പാലാണിത്. പിന്നെ അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളമൊഴിച്ച് അടിച്ചെടുത്താണ് 2ാം പാല്. ഇതാ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കടുക് ഓൾറെഡി അരച്ച് ചേർക്കാൻ പോവുകയാണ്. ഉലുവ ഇട്ട ഉടനെ പൊട്ടണം അല്ലേ, അതാണ് അതിൻ്റെ ത്രില്ല്. പക്ഷെ പൊട്ടിയില്ല, എന്ത് ചെയ്യാം, നമുക്ക് ഉലുവ പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉലുവ പൊട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളി ആഡ് ചെയ്തു. അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു നേരിയ ബ്രൗൺ നിറമാകണം. അപ്പോൾ നമുക്ക് ബ്രൗൺ നിറം ആകണ വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം വഴറ്റണം. തീ കുറച്ച് വെച്ച് എണ്ണ തെളിയുന്നവരെ വഴറ്റാം.
ഇപ്പം എല്ലാ അരപ്പും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കുറച്ചു നേരം എണ്ണയിൽ തന്നെ വഴറ്റണം. ഇത് വഴറ്റുന്നതിൻ്റെ ഒപ്പം അതിന് വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി 8 മിനിറ്റ് ഞാൻ വഴറ്റി നന്നായി എണ്ണ തെളിഞ്ഞു വന്നു. ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ചു. നമ്മൾ എടുത്തു വെച്ച 2ാം പാലും ഒഴിച്ചു കൊടുത്തു. ഉപ്പ് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ ആഡ് ചെയ്യണം. ഇത് തിളച്ച് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊരു കുറുകിയ ജാറായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വറ്റി നല്ല കുറുക്ക് പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.